എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളും യുഡിഎഫിനൊപ്പമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. PV അൻവറിന്റെ സാന്നിധ്യം യുഡിഎഫിനെ ബാധിക്കില്ല. എതിരാളി പറയുന്ന അധിക്ഷേപ വാക്കുകൾ ശ്രദ്ധിക്കരുതെന്ന് തന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ നിന്ന് ന്യൂസ് മലയാളം ഡയറക്ടർ ഇ സനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കനത്ത മഴയാണ് നിലമ്പൂരിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി അതിന്റെ ഉച്ചസ്ഥായിലാണ്. UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വലിയ ആവേശത്തിനിടയിലൂടെയാണ് അദ്ദേഹത്തിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എങ്ങനെ പോകുന്നു ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം? ഞാൻ പറഞ്ഞില്ല, പുറത്ത് കനത്ത മഴയാണെങ്കിലും ആളുകളുടെ ആവേശം നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പൊ ഈ PV അൻവർ വ്യക്തിപരമായിട്ട് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാണല്ലോ അപ്പുറത്ത് പ്രചാരണം നടന്നത്. അത് ബാധിക്കുമോ? അങ്ങനെ എന്താ തോന്നുന്നത് പുറത്തിറങ്ങുമ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്പുറത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി ഒരു കാര്യം പരാമർശിക്കാൻ പാടില്ല. ഇപ്പോൾ സാധാരണഗതിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4 പേര് സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ BJPയുടെ ഒരു 12,000 വോട്ടാണ് കഴിഞ്ഞ തവണ. പക്ഷേ അൻവർ ഏത് തരത്തിൽ ആരുടെ വോട്ട് പിടിക്കും എന്നത്, ഈ മൂന്നാം കക്ഷി ആരുടെ പിടിക്കും എന്ന് നമുക്ക് അറിയില്ല. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? LDF തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. പിന്നെ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ 2 മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആർക്ക് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത എന്നാണ്? അല്ല, താങ്കളത് അങ്ങനെ ഈ പൊതുജനങ്ങൾ പറഞ്ഞല്ലോ, നിലമ്പൂർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് താങ്കളോടുള്ള പല ചോദ്യങ്ങളും അപ്പുറത്തുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. അതിന് വല്ല മറുപടിയും പറയേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ടല്ല, നിലമ്പൂരിൽ തന്നെ 2019 രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ, 2024 രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ, 2024 പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷൻ, ഇതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് നിർത്തി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണി വർഗീയ ഫാസിസമാണ്. അതിനെതിരെയുള്ളൊരു വലിയ ചെറുത്തുനിൽപ്പാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, വളരെ നന്ദി. താങ്ക് യു.